തോണ്ടി. അയ്യോ ടീച്ചർ, ഞാനല്ല ഇവനാ. ടീച്ചർ എന്റെ പേര് തരുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നമ്മൾ പറഞ്ഞ കംപ്ലൈന്റുകളെല്ലാം ഏറ്റവും കൂടുതൽ കേട്ട ഒരു വ്യക്തി നമ്മുടെ ടീച്ചർ. ഒരക്ഷരം മിണ്ടരുത് എന്ന് ടീച്ചർ പറയുമ്പോ മാത്രം തികട്ടി വരുന്ന കാക്കത്തൊള്ളായിരം കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക്. ഇന്നലെ എവിടെയായിരുന്നു എന്ന് ടീച്ചർ ചോദിക്കുമ്പോ ചുമയുടെ ചൂട് പിടിച്ച് പൊടുന്നനെ വരുന്ന ഒരു പനി ഉണ്ടായിരുന്നു നമുക്ക്. ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോ മാത്രം ഡെസ്കിന്റെ അടിയിലേക്ക് വീഴുന്ന ഒരു പേന ഉണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇതെല്ലാം ഒരു ചെറു ചിരിയോടെ മനസ്സിലാക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ടീച്ചർ. പണ്ട് ടീച്ചർ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോ അത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിലെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ടീച്ചറിനെ അനുസരിക്കാതെ വന്നപ്പോ കിട്ടിയ നല്ല ചൂരല് വടികൊണ്ടുള്ള അടി ജീവിതത്തിൽ അടി പതറാതെ മുന്നേറാനുള്ള മരുന്നാണെന്ന് അന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. പരീക്ഷാ പേപ്പറിൽ ടീച്ചർ ഇട്ട റെഡ് മാർക്കുകൾ ജീവിതത്തിൽ റെഡ് മാർക്ക് വീഴാതിരിക്കാനുള്ള കരുതലാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. പരീക്ഷ ജയിച്ച് സ്ഥാനക്കയറ്റത്തിനായി മറ്റൊരു ക്ലാസ്സിലേക്ക് മാറുമ്പോ പുറകിൽ ചിരിച്ച മുഖവുമായി നിൽക്കുന്ന ആ ടീച്ചറെ കണ്ടപ്പോ ജയിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും നമ്മളിൽ പലർക്കും. സ്പെഷ്യൽ ക്ലാസ്സുകളെ വെറുത്തിരുന്ന നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ക്ലാസ്സിനായി കൊതിക്കുന്നു, നമ്മുടെ ആ പ്രിയപ്പെട്ട ടീച്ചറിനെ കാണാൻ, ആ ക്ലാസ്സിലൊന്നിരിക്കാൻ. വർഷങ്ങൾക്കിപ്പുറവും ഏത് വഴിയരികിൽ വെച്ച് കണ്ടാലും ടീച്ചറെ എന്നെ മനസ്സിലായോ എന്ന ചോദ്യത്തിന് കിട്ടുന്ന മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും. അത്രയ്ക്കും കൃത്യമായിരുന്നു വാർദ്ധക്യത്തിലും ആ ഓർമ്മയും കരുതലും. അതെ ടീച്ചറെ, നിങ്ങളുടെ സ്നേഹത്തിന്റെ ചൂരൽ ചൂടിൽ നിങ്ങൾ വിളയിച്ചെടുത്തതാണ് ഞങ്ങളുടെ വടിവൊത്ത അക്ഷരങ്ങളും വെളിവുള്ള ജീവിതങ്ങളും. ചിലപ്പോഴൊക്കെ നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, വൈരാഗ്യം തോന്നിയിട്ടുണ്ട്, പരിഹാസം തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിലപ്പുറത്തേക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്, ബഹുമാനമാണ് എന്റെ ടീച്ചറെ.